നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. സിനിമാ കോൺക്ലേവ് സമാപന സമ്മേളനത്തിൽ വിമർശനവുമായി അടൂർ ഗോപാലകൃഷ്ണൻ. SC വിഭാഗത്തിൽ നിന്ന് സിനിമ എടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണമെന്ന പരാമർശം. ചലച്ചിത്ര കോർപ്പറേഷൻ വെറുതെ പണം നൽകരുതെന്നും സ്ത്രീയാണെന്ന് കരുതി മാത്രം പണം നൽകരുതെന്നും അടൂർ. സിനിമാ സംഘടനകൾക്കും വിമർശനം. പരാമർശത്തിനെതിരെ സദസ്സിൽ നിന്ന് പ്രതിഷേധം. സംസ്ഥാനത്ത് 5 ദിവസം തീവ്ര മഴ മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും സാധ്യത. ജാഗ്രതാ നിർദ്ദേശം. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. ബംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥിനി പീഡനത്തിന് ഇരയായതായി പരാതി. കാറിൽ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തെന്ന ആരോപണം. പെൺകുട്ടി താമസിച്ച ഹോസ്റ്റലിന്റെ ഉടമ കോഴിക്കോട് സ്വദേശി അഷ്റഫ് പിടിയിൽ. ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രിമാരായ P. രാജീവും ഡോക്ടർ R. ബിന്ദുവും. VC നിയമനത്തിൽ സമവായം വേണമെന്ന മന്ത്രിമാർ. താൽക്കാലിക VCമാരുടെ പുനർനിയമനം സുപ്രീംകോടതി ഉത്തരവ് പ്രകാരമെന്ന് രാജ്ഭവന്റെ മറുപടി. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ സർക്കുലർ ഇറക്കി രജിസ്ട്രാർ മിനി കാപ്പൻ. ഭരണകാര്യങ്ങളിൽ ഇടപെടരുതെന്ന് നിർദ്ദേശം. ഡോക്ടർ ഹാരിസിന്റെ ആരോപണങ്ങൾ ശരിവച്ച് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. യൂറോളജി വിഭാഗത്തിൽ ഉപകരണങ്ങൾ എത്തിക്കുന്നതിൽ കാലതാമസം ഉണ്ടായതായി കണ്ടെത്തൽ. ഡോക്ടർ ഹാരിസിന്റെ വിശദീകരണം നാളെ കേൾക്കും. നടപടി ഉണ്ടായാൽ എതിർക്കുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ഇടുക്കി മൂന്നാർ പഞ്ചായത്ത് 200ഓളം നായ്ക്കളെ കൊന്ന് കുഴിച്ചുമൂടിയതായി പരാതി. കൊന്നവയിൽ വളർത്തു നായ്ക്കളും. അനിമൽ റെസ്ക്യൂ ടീം നൽകിയ പരാതിയിൽ പഞ്ചായത്ത് അധികൃതർക്കെതിരെ കേസ്. സംസ്ഥാന സർക്കാരിന്റെ സിനിമാ കോൺക്ലേവിൽ വിവാദ പരാമർശവുമായി സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ധനസഹായത്താൽ സിനിമകൾ നിർമ്മിക്കുന്ന വനിതാ സംവിധായകർക്കും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള സംവിധായകർക്കുമെതിരെയാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശങ്ങൾ. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമയെടുക്കാൻ വരുന്നവർക്ക് ആദ്യം പരിശീലനമാണ് നൽകേണ്ടതെന്ന് അടൂർ പറഞ്ഞു. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വെറുതെ പണം മുടക്കരുത്. 1.5 കോടി രൂപ നൽകുന്നത് വളരെ കൂടുതലാണ്. പലരും ചെയ്തത് നിലവാരമില്ലാത്ത സിനിമകളാണെന്നും അദ്ദേഹം വിമർശിച്ചു. പിന്നാലെ വേദിയിലുണ്ടായിരുന്ന സിനിമാ പ്രവർത്തകർ പ്രതിഷേധമുയർത്തി. സംവിധായകനായ ഡോക്ടർ ബിജുവിനെ ഉൾപ്പെടെ ചൂണ്ടിക്കൊണ്ടാണ് അവർ അടൂരിന് മറുപടി പറയാൻ ശ്രമിച്ചത്. എന്നാൽ ഇത് വകവയ്ക്കാതെ അടൂർ ഗോപാലകൃഷ്ണൻ പ്രസംഗം തുടരുകയായിരുന്നു. ഇന്ത്യ ഗവൺമെൻറ് നടത്തുന്ന ഗോവയിലെ ഫെസ്റ്റിവൽ ഉൾപ്പെടെ. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ പകുതി ആളുകൾ പുറത്തു നിൽക്കുകയാണ്. കാരണം നമുക്ക് തിയേറ്ററുകളിൽ കൊള്ളാവുന്നതിലധികം ആളുകളെ നമ്മൾ ചേർത്തിരിക്കുന്നു. നമുക്ക് നിശ്ചയമായിട്ട് ഫെസ്റ്റിവലിൻ്റെ ഫീസ് ഉയർത്താവുന്നതാണ്. ഇപ്പോഴത്തെ കണക്കിലെ ഒരു കൊച്ചു കുടുംബം പോലും പോയി ഒരു നല്ല ഹോട്ടലിൽ ആഹാരം കഴിക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ഫെസ്റ്റിവൽ ഫീസിനെക്കാളിലൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫെസ്റ്റിവലിന് ഡെലിഗേറ്റ് ഷിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭേദപ്പെട്ട ഒരു തുക തീരുമാനിക്കണം. സിനിമാ മേഖലയിൽ പോളിസി രൂപീകരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. നിർദ്ദേശങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കും. പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കും. 2 മാസത്തിനകം സിനിമാ നയം ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വേണ്ടത്ര തൊഴിൽ നിയമങ്ങൾ പാലിക്കപ്പെടാത്ത സ്ഥിതി വരുന്നു. മാർക്കറ്റിംഗ് പോലെയുള്ള പോരായ്മ ഈ രംഗത്ത് വരുന്നു. വിശാലമായ ഒരു ചർച്ചയും സെമിനാറുകളും അതുമായി ബന്ധപ്പെട്ട് നടത്തണം. ടെലിവിഷൻ മാധ്യമങ്ങളെ കൂടി ഇതിൽ ഉപയോഗപ്പെടുത്തണം. അവരുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തണം എന്നുള്ള ഒരുപാട് അഭിപ്രായം വന്നു. തീർച്ചയായിട്ടും അതിനോടെല്ലാം യോജിപ്പാണ്. അതുപോലെ തന്നെ ഒരു ക്രിയേറ്റീവ് ഇൻഡസ്ട്രി എങ്ങനെ ആക്കാൻ കഴിയും എന്ന പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കരാറുകാരെ ഇതിനകത്തുനിന്ന് ഒഴിവാക്കണമെന്നും ഉൾപ്പെടുത്തണമെന്നും 2 അഭിപ്രായം വന്നു. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, 1000 രൂപ ശമ്പളം കൊടുക്കുകയാണെങ്കിൽ 1000 രൂപ ജോലി ചെയ്യുന്നവൻ്റെ കൈ ചെല്ലണം. അപ്പോൾ അതിന് മറുപടി പറഞ്ഞു, മലപ്പുറത്തു നിന്നുള്ള ആളിനെ തൃശ്ശൂരുകാരൻ കൊണ്ടുവരിക, അങ്ങനെ അത്ര കഷ്ടപ്പെട്ട് കൊണ്ടുവരണ്ട. അത് വലിയൊരു കഷ്ടപ്പാടാണ്. ഒരാൾ ജോലി ചെയ്തതിന് പൈസ കൊടുക്കണ്ട. അത് അവർ ഉപയോഗിച്ച് അവർക്ക് ചില പൈസ കൂടുതൽ കൊടുത്തു കൊണ്ടുവരുന്നതിന്. പക്ഷെ ജോലി ചെയ്യുന്നതിൻ്റെ പൈസ 1000 മേടിച്ച് 800 മേടിച്ച് 350 അവനെടുക്കുക, ബാക്കിയോ കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ന്യായമായ കാര്യമാണ്. ന്യായമായിട്ട് പറയണമല്ലോ. നമ്മളെല്ലാം തമ്മിൽ ന്യായം പറഞ്ഞാണല്ലോ പിരിയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തണം.
പറഞ്ഞ കൂലി കൊടുക്കുക. നമുക്ക് കൂടുതൽ ആളുകളെ ആവശ്യമാണെങ്കിൽ അതിന് പറ്റിയ ഇടനിലക്കാരെ വെച്ചുകൊണ്ട് അവർക്ക് പ്രത്യേകം പണം കൊടുത്ത് ആളിനെ കൊണ്ടിരിക്കുക. അതൊക്കെ ആ ഭാഗത്ത് നടക്കത്തുള്ളൂ. പിന്നെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ വന്നു. വിഷ്വൽ മേഖലയിലെ പ്രശ്നങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ട്രൈപാർട്ടി എഗ്രിമെൻ്റ്, അതിൻ്റെ വേതനം സംബന്ധിച്ചുള്ള പ്രശ്നം, അതുപോലെ ഇലക്ട്രിസിറ്റി സോഫ്റ്റ്വെയർ സബ്സിഡി സംബന്ധിച്ച് വിഷ്വൽ മേഖലയിലെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. സിനിമാ സെറ്റിൽ ഏകീകൃത പെരുമാറ്റച്ചട്ടം, സുരക്ഷാ ഉദ്യോഗസ്ഥർ, മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, അവരുടെ ഇവരുടെ എല്ലാം പങ്കാളിത്തം ഉറപ്പുവരുത്തൽ, ഇതെല്ലാം വന്നിട്ടുണ്ട്. പിന്നീട് ആർട്ടിസ്റ്റുകൾക്കെതിരായിട്ടുണ്ടാകുന്ന കായിക ആക്രമണങ്ങൾ, അത് ഗൗരവമായി തന്നെയാണ് ഗവൺമെൻറ് കാണുന്നത്. ഒരു വിട്ടുവീഴ്ചയൊന്നും ആ കാര്യത്തിലുണ്ടാകില്ല. ശക്തമായ നടപടികൾ ആ കാര്യത്തിൽ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. പിന്നെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയെ പറ്റിയ അത് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, ഇനി രവിചേട്ടൻ പോയെന്ന് തോന്നുന്നു അല്ലേ? അതുകൊണ്ടല്ലേ അവിടെ ഇങ്ങോട്ടാ ഞാനിവിടെ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ തന്നെ അങ്ങോട്ടാ ലുക്ക് അങ്ങോട്ടാ. രവിചേട്ടാ, ഈ നമ്മുടെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അടൂർ സാറിനൊക്കെ അതിൻ്റെ എല്ലാ വിവരങ്ങളും അറിഞ്ഞോന്ന് എനിക്കറിയില്ല, 150 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചു. നിലവിലുള്ള അതിൻ്റെ അവസ്ഥ ദയനീയമാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വസ്തുതാപരമായാണ് ഇവിടെ പറഞ്ഞത്. അതിൻ്റെ നവീകരണം നമ്മൾ ആരംഭിച്ചു. നവീകരണത്തിൻ്റെ ആദ്യഘട്ടത്തിലുള്ള 70 കോടി രൂപയുടെ അലോട്ട്മെൻറ്റും വന്നു, പണവും വന്നു, അനുവാദവും കൊടുത്തു, എസ്റ്റിമേറ്റുമായി നവീകരണം ആരംഭിച്ച് ഒരു ഘട്ടം വന്നപ്പോൾ അതിൻ്റെ SPV ഇത് നടത്തേണ്ട ചുമതലക്കാർ അവർ ഗുരുതരമായ വീഴ്ച അക്കാര്യത്തിൽ വരുത്തി. പിന്നെ ഞാൻ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങളെല്ലാം ഇടപെട്ട് ഒരു വർഷം മുമ്പ് SPVയെ മാറ്റി പുതിയ എൻജിനീയറിംഗ് സിസ്റ്റം ഉണ്ടാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പം നടന്നു വരുന്നുണ്ട്. ഇതിനോടകം നമുക്കൊരു 10 കോടിയുടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഇനിയുള്ള ദിവസങ്ങൾ ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി വന്ന ചർച്ചകളുടെ സ്പിരിറ്റിലും അല്ലാതെ, നാളെ ഇപ്പോൾ എൻ്റെ മീറ്റിംഗ് 6-ാം തീയതി വിളിച്ചിട്ടുണ്ട്. നിരന്തരമായി നമ്മൾ മീറ്റിങ്ങുകൾ കൂടുന്നുണ്ട്. ഷാജി സാറിൻ്റെ ഒരു വലിയ കൺസെപ്റ്റുകൾ ഒരുപാടുണ്ടായിരുന്നു. ആ കൺസെപ്റ്റുകളൊക്കെ അതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ തന്നെയാണ് അവിടെ പ്രൊജക്റ്റിലുള്ളത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ 5 ദിവസത്തേക്ക് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായി 7 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വരെ 7 ജില്ലകളിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള 6 ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. മറ്റു ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെക്കൻ തമിഴ്നാടിനും മന്നാർ കടലിടുക്കിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാലാണ് സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം മഴ കനക്കാൻ കാരണം. ഇന്നു മുതൽ 3 ദിവസം എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കും. തീരപ്രദേശങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും ശക്തമായ തിരമാലകൾക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ മലയോര മേഖലയിലേക്കുള്ള യാത്രകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി. ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്ന് പരാതി. കേസിൽ കോഴിക്കോട് സ്വദേശി പിടിയിൽ. സ്വകാര്യ ഹോസ്റ്റൽ ഉടമ അഷ്റഫാണ് പിടിയിലായത്. ബലമായി കാറിൽ കയറ്റി നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലെത്തിച്ച് ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. സൊളദേവനഹള്ളി ആചാര്യ കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ബലാത്സംഗത്തിന് ഇരയായത്. അഡ്മിഷൻ ലഭിച്ച് 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് വിദ്യാർത്ഥിനി ബംഗളൂരുവിലെത്തിയത്. പ്രതി അഷ്റഫിന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ PGയിലായിരുന്നു വിദ്യാർത്ഥിനി താമസിച്ചിരുന്നത്. ഇയാൾ മദ്യപിച്ചെത്തി വിദ്യാർത്ഥിനിയുടെ മുറിയിൽ കയറി ബലം പ്രയോഗിച്ച് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. പിന്നീട് പെൺകുട്ടി തന്റെ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയച്ച് ഈ പ്രദേശത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഈ സമയം അഷ്റഫ് കാറിൽ കയറി രക്ഷപ്പെട്ടു. പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പുലർച്ചെയോടെ ഇയാളെ പോലീസ് പിടികൂടുന്നത്. സർവകലാശാലകളിലെ ഭരണ പ്രതിസന്ധി പരിഹരിക്കണമെന്ന ആവശ്യവുമായി മന്ത്രിമാരായ R ബിന്ദുവും P രാജീവും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനുള്ള അതൃപ്തിയും കേരള സർവകലാശാലയിലെ പ്രതിസന്ധിയും ഗവർണറെ ധരിപ്പിച്ചു. പരിശോധിച്ച് തുടർ ഇടപെടൽ നടത്താമെന്ന് ഗവർണർ മന്ത്രിമാരെ അറിയിച്ചു.
താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും തമ്മിൽ പോരുമുറുകുന്ന സാഹചര്യത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും നിയമമന്ത്രി പി രാജീവും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. മുഖ്യമന്ത്രി നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചത്. രാവിലെ 8:30 ആരംഭിച്ച കൂടിക്കാഴ്ച 1 മണിക്കൂറിലധികം നീണ്ടു. മന്ത്രി ആർ ബിന്ദുവും പി രാജീവും ഗവർണറും മാത്രമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർമാരായി സർക്കാർ നൽകിയിട്ടുള്ള പട്ടികയിൽ നിന്നുള്ളവരെ അംഗീകരിക്കണമെന്ന ആവശ്യം മന്ത്രിമാർ ഗവർണറെ അറിയിച്ചു. കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും തമ്മിലുള്ള തർക്കങ്ങളും ഗവർണറെ ധരിപ്പിച്ചു. ഏകപക്ഷീയമായി തീരുമാനമെടുക്കരുതെന്ന് മന്ത്രിമാർ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ചൂണ്ടിക്കാട്ടിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് ഗവർണർ മന്ത്രിമാരെ അറിയിച്ചു. വെള്ളിയാഴ്ചയാണ് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ സിസ തോമസിനെയും കെ ശിവപ്രസാദിനെയും താൽക്കാലിക VCമാരായി നിയമിച്ചുകൊണ്ട് ഗവർണർ ഉത്തരവിറക്കിയത്. മറ്റു സർവകലാശാലകളിലും VCമാരെ നിയമിക്കാനുള്ള നീക്കത്തിലാണ് ഗവർണർ. ഇതിനായി ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും മന്ത്രിതല തീരുമാനത്തിന് ശേഷം പോയാൽ മതിയെന്നായിരുന്നു സർക്കാർ നിലപാട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സിൻഡിക്കേറ്റിനെതിരെ നിലപാട് കടുപ്പിച്ച് VC. സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ജീവനക്കാരെ വിളിച്ചു വരുത്താനും നിർദ്ദേശങ്ങൾ നൽകാനും അധികാരമില്ലെന്ന് വ്യക്തമാക്കി നോട്ടീസ് പുറത്തിറക്കി. VCക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പനാണ് നോട്ടീസ് പുറപ്പെടുവിച്ചത്. അതേസമയം നോട്ടീസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നീക്കം. കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റിനെതിരെ ശക്തമായ നടപടികളുമായി വൈസ് ചാൻസലർ രംഗത്ത്. സർവകലാശാല ഭരണത്തിൽ ഇടപെടാൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് VCക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ നോട്ടീസ് പുറപ്പെടുവിച്ചത്. ജീവനക്കാരെ വിളിച്ചുവരുത്താനും നിർദ്ദേശങ്ങൾ നൽകാനും സിൻഡിക്കേറ്റിന് അവകാശമില്ലെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഫയലുകൾ വിളിച്ചുവരുത്താൻ പാടില്ലെന്നും നോട്ടീസിൽ പറയുന്നു. അംഗങ്ങൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ മാത്രമേ അഭിപ്രായങ്ങൾ പറയാനും നിർദ്ദേശങ്ങൾ നൽകാനും പാടുള്ളൂ. അല്ലാത്ത സാഹചര്യങ്ങളിൽ VCയുടെ അനുമതിയോടുകൂടി മാത്രം തീരുമാനമെടുക്കണം. അംഗങ്ങളുടെ സമൻസുകൾക്കും നിർദ്ദേശങ്ങൾക്കും ജീവനക്കാർ മറുപടി നൽകേണ്ട എന്ന നിർദ്ദേശവും നോട്ടീസിലുണ്ട്. അത്തരത്തിൽ ഇടപെടലുകൾ അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ VC അറിയിക്കണമെന്നും നോട്ടീസിൽ പറയുന്നു. വൈസ് ചാൻസലറുടെ നടപടിയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനുള്ള ഒരുക്കത്തിലാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. കഴിഞ്ഞ ദിവസം നടന്ന സിൻഡിക്കേറ്റ് യോഗം അലങ്കോലപ്പെട്ടതിന് പിന്നാലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ മിനി കാപ്പൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. VCയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു പരാതി നൽകിയത്. ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു പരാതി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ വൈസ് ചാൻസലർ കടുത്ത നിലപാടെടുത്തിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഹിയറിംഗ് നാളെ. വകുപ്പ് തല അന്വേഷണങ്ങളുടെ ഭാഗമാണ് ഹിയറിംഗ്. കാരണം കാണിക്കൽ നോട്ടീസിനും ഹാരിസ് ചിറക്കൽ മറുപടി നൽകും. ഡോക്ടർ ഹാരിസിന്റെ ആക്ഷേപങ്ങളെ പൂർണ്ണമായും ശരിവെക്കുന്നതാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട്. വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ശസ്ത്രക്രിയാ ഉപകരണം കാണാതായെന്ന ആരോപണം മന്ത്രി വീണ ജോർജ് ഉന്നയിച്ചത്. ഉപകരണങ്ങൾ കാണാതായ സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ വകുപ്പ് തല അന്വേഷണ ചുമതല മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ വിശ്വനാഥിനാണ്. DMEയുടെ നേതൃത്വത്തിൽ ഉപകരണം കാണാതായതും കേടുവരുത്തിയതും അടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുക. 2 ദിവസത്തെ അവധിക്ക് ശേഷം ഡോക്ടർ ഹാരിസ് നാളെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹിയറിംഗിനെത്തും. ഒപ്പം കാരണം കാണിക്കൽ നോട്ടീസിനും മറുപടി നൽകും. അതേസമയം ഡോക്ടർ ഹാരിസിന്റെ ആക്ഷേപങ്ങളെല്ലാം പൂർണ്ണമായും ശരിവെക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നു. ഉപകരണമില്ലാത്തതിനാൽ ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയ വിദ്യാർത്ഥി ഉൾപ്പെടെ 2 പേരുടെ ശസ്ത്രക്രിയകൾ മുടങ്ങി. ഉപകരണങ്ങൾ പിരിവിട്ട് വാങ്ങുന്നുവെന്ന് രോഗികൾ സമിതിയോട് വെളിപ്പെടുത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. ശസ്ത്രക്രിയാ ഉപകരണമായ പ്രോബ് പൊട്ടിപ്പോയതിനാൽ 2 ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചെന്നും വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നു. ഡോക്ടർ ഹാരിസിന് നൽകിയ മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രോബ് ഉണ്ടായിരുന്നതായും അതുപയോഗിച്ച് അടുത്ത ദിവസം ശസ്ത്രക്രിയ നടത്തിയതായും കുറ്റം ആരോപിക്കുന്നുണ്ട്. എന്നാൽ തന്റെ വില കുറഞ്ഞ സ്വന്തം ഉപകരണമാണ് ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിച്ചതെന്ന് ഡോക്ടർ സാജു മൊഴി നൽകിയതായി വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രോഗികളിൽ നിന്നും പണം പിരിച്ച് ഉപകരണങ്ങൾ വാങ്ങുന്ന രീതി അവസാനിപ്പിക്കണം, സൂപ്രണ്ടിന്റെ സാമ്പത്തിക അധികാരങ്ങൾ വർദ്ധിപ്പിക്കണം തുടങ്ങി നിരവധി ശുപാർശകളും വിദഗ്ധ സമിതി മുന്നോട്ട് വെച്ചു. ഡോക്ടർ ഹാരിസിന്റെ ഉദ്ദേശം നല്ലതാണെങ്കിലും പരസ്യ പ്രതികരണം നടത്തിയത് ചട്ടലംഘനമാണെന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബീഹാർ വോട്ടർ പട്ടിക വിവാദത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഇന്ത്യ സഖ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് വെള്ളിയാഴ്ച പ്രതിഷേധ മാർച്ച് നടത്തും. തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിലും വിവാദം. ബീഹാറിൽ നിന്നുള്ള 6.5 ലക്ഷം വോട്ടർമാരെ ഉൾപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്കെതിരെ DMK കോൺഗ്രസ് സഖ്യം രംഗത്തെത്തി.
ഓഗസ്റ്റ് 1 പ്രസിദ്ധീകരിച്ച ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് 65 ലക്ഷം വോട്ടർമാരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കിയത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഗൂഢലക്ഷ്യത്തോടെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നുവെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആരോപണം. ഇതിനെതിരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ വെള്ളിയാഴ്ചത്തെ പ്രതിഷേധ മാർച്ച്. പാർലമെന്റിൽ നിന്നാണ് മാർച്ച് തുടങ്ങുക. ഒരുക്കങ്ങൾ വിലയിരുത്താൻ വ്യാഴാഴ്ച രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ഇന്ത്യ സഖ്യം യോഗം ചേരും. ജനാധിപത്യ വിരുദ്ധ നീക്കം നടത്തി ജനങ്ങളുടെ വോട്ടവകാശം എടുത്തു കളയാനാണ് സർക്കാരിന്റെ നീക്കമെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. കരട് പട്ടികയിലേക്കുള്ള നിർദ്ദേശങ്ങളും ശുപാർശകളുമൊക്കെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ നൽകിയിരുന്നുവെങ്കിലും അതൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിച്ചില്ല. എന്തായാലും കരട് പട്ടിക പുറത്തുവന്നതോടെ തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിനുള്ള ചർച്ചകളിൽ നിന്ന് ഇന്ത്യ സഖ്യം പിന്നോട്ടു പോയിട്ടുണ്ട്. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 1 വരെ ഒരു മാസം മുഴുവൻ കരട് വോട്ടർ പട്ടികയിലെ കൂട്ടിച്ചേർക്കലുകൾ, ഒഴിവാക്കലുകൾ, തിരുത്തലുകൾ എന്നിവ സംബന്ധിച്ച് ആക്ഷേപം സമർപ്പിക്കാം. മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയായ ശേഷം സെപ്റ്റംബർ 30 അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. അതേസമയം തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിലും വിവാദം പുകയുകയാണ്. ബീഹാറിൽ നിന്നുള്ള 6.5 ലക്ഷം വോട്ടർമാരെ ഉൾപ്പെടുത്തിയതിനെതിരെ DMK കോൺഗ്രസ് കക്ഷികൾ രംഗത്തെത്തി. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റാനുള്ള നീക്കമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതെന്ന് DMK ആരോപിച്ചു. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് സ്വന്തം സർക്കാരിനെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം അട്ടിമറിക്കുന്നതായി P. ചിദംബരം MP കുറ്റപ്പെടുത്തി. തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിലുള്ള ബീഹാറുകാർ സ്ഥിരമായി മേൽവിലാസം മാറ്റിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത് എങ്ങനെയെന്നും P. ചിദംബരം ചോദിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇടുക്കി മൂന്നാർ പഞ്ചായത്ത് നായ്ക്കളെ കൂട്ടത്തോടെ കൊന്ന് കുഴിച്ചുമൂടിയതായി പരാതി. 200ഓളം തെരുവ് വളർത്തു നായ്ക്കളെയാണ് പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലത്ത് കുഴിച്ചുമൂടിയത്. ഇടുക്കി അനിമൽ റെസ്ക്യൂ ടീം നൽകിയ പരാതിയിൽ മൂന്നാർ പഞ്ചായത്ത് അധികൃതർക്കെതിരെ കേസെടുത്തു. നായ്ക്കളെ പഞ്ചായത്തിന്റെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. എന്നാൽ പരാതിയിൽ അടിസ്ഥാനമില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് വ്യക്തമാക്കി. ആലപ്പുഴ ഹരിപ്പാട് സ്കൂളിൽ 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നേരെ അധ്യാപിക ജാതി അധിക്ഷേപം നടത്തിയെന്ന പരാതിയുമായി രക്ഷിതാക്കൾ. പള്ളിപ്പാട് MSC LP സ്കൂളിലാണ് സംഭവം. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സ്കൂളിലെ 2 കുട്ടികൾക്ക് നേരെ ജാതി അധിക്ഷേപവും നിറത്തിന്റെ പേരിൽ വിവേചനവും കാണിച്ചെന്നാണ് പരാതി. മറ്റ് കുട്ടികളുടെ കൂടെ കളിക്കാനോ മറ്റ് അധ്യാപകരോടും കുട്ടികളോടും മിണ്ടാനോ ഇവരെ അനുവദിക്കുന്നില്ലെന്നും കുട്ടികളുടെ രക്ഷിതാക്കൾ പരാതിപ്പെട്ടു. കറുത്ത പിള്ളേരെ ഇഷ്ടമല്ല, കരിവേടന, കറുത്ത പിള്ളേരെ പഠിപ്പിച്ചിട്ട് എന്തോ സാധിക്കാനാ, പിച്ചും കൊഞ്ഞാണം കുത്തിയൊക്കെ കാണിക്കും. പുലേര, ഞങ്ങളെ പുലേരാന്നൊക്കെ വിളിച്ച് ഞങ്ങളെ എപ്പോഴും അങ്ങ് പിച്ചിക്കൊണ്ടിരിക്കും. പുലേരേന്ന് വിളിച്ച്, കരിമ്പേടാന്ന് വിളിച്ച്, കറുത്താരി ഇഷ്ടമല്ല, പഠിപ്പിക്കത്തുമില്ല. എൻ്റെ മകനെയാണ് പിച്ച്, 2 കൈയും പിച്ച്. 17 ജൂണിലാണ് പിച്ചിയത്. ഞാൻ പിറ്റേ ദിവസം ചെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുക. ഞാൻ ടീച്ചറെ എന്താണ് എൻ്റെ മോനെ പിച്ചിയെന്ന് ചോദിച്ചിട്ട് പോലും പുള്ളിക്കാരി ഒന്നും പറയുന്നില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ പെരേനല്ലേ, ഇനി ഞാനത് ചെയ്യും, എന്തോ എടുക്കാനാണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പോലീസിൽ പരാതിപ്പെടുമെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമായപ്പോൾ മറ്റു ടീച്ചർമാരെല്ലാം വന്ന് പറഞ്ഞ് ശാലിനി പോട്ടെ, ഇനി അത് ആവർത്തിക്കത്തില്ല. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ പെരേനല്ലേ, കറുത്തവരെ പഠിപ്പിക്കത്തില്ല, കറുത്തവരെ ഇഷ്ടമല്ല, വേടനെ പോലിരിക്കുന്നു. ഈ 2 കുഞ്ഞുങ്ങളെ ഉള്ള 4ാം ക്ലാസ്സിൽ HM ആണ്, സ്കൂളിലെ HM ആണ്, അവരുടെ ക്ലാസ് ടീച്ചറുമാണ്. ഞങ്ങളത് ചോദിക്കാൻ പേരൻസ് എല്ലാം കൂടെ ചെന്നപ്പോൾ സമ്മതിച്ച് ഞാൻ പിച്ച്, ഇനി അത് ആവർത്തിക്കത്തില്ല, മാപ്പാക്കണം. ഇത് ടീച്ചർ ഒരു പ്രാവശ്യമല്ല, ഇത് പല ആവശ്യമായി, പലരോടുമായി. അപ്പോൾ ഞങ്ങളത് പറഞ്ഞ് ഞങ്ങളത് പ്രശ്നമാക്കി. ഞങ്ങൾ AOPC കൊടുത്തിട്ട് AOPC നിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു ഇതല്ല വന്നേക്കുന്നത്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെയും കൂടെ ആയപ്പോൾ 20 ദിവസമായി ഞങ്ങൾ കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട്. ടീച്ചറിൻ്റെ ഭർത്താവ് എന്നെ വിളിച്ചിട്ട് എന്നോട് പറയുന്നു, നിങ്ങൾ എന്ത് വേണം വെച്ചാൽ ചെയ്തു, നിങ്ങൾ പരാതി കൊടുത്തു, എൻ്റെ ഭാര്യ ജയിലിൽ പോയാലും പുള്ളിക്കാരന് പ്രശ്നമില്ല, നിങ്ങൾ എന്തുവാണെന്ന് വെച്ചാൽ ചെയ്തു. VS അച്യുതാനന്ദനെ ഞാൻ പറഞ്ഞു ഞങ്ങൾ ചാനലിൽ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, VS അച്യുതാനന്ദനെ ചാനലിൽ എന്തെല്ലാം പറഞ്ഞു, പുള്ളി ജീവിച്ചില്ലേ, ഇതൊക്കെ ടീച്ചറും അതുപോലെ ചെയ്യും. ഞാൻ ചോദിച്ചു, VS അച്യുതാനന്ദനും ഗ്രേസിക്കുട്ടി ഒരേപോലാണോ? അന്നേരം പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഒരു കുന്തവും ഇല്ല, അവർക്ക് രോമം പറിക്കുന്ന പോലെയുള്ളതെന്ന്, ചാനലിൽ കൊടുത്താൽ അവർക്കൊരു കുഴപ്പമില്ലെന്ന് അവർ പറയുന്നു. കുട്ടികളോട് ഇത്തരത്തിൽ പെരുമാറിയത് താനല്ല എന്നും മറ്റൊരു അധ്യാപകൻ ചെയ്തിരുന്ന കാര്യങ്ങൾ തന്റെ പേരിൽ അടിച്ചേൽപ്പിക്കുകയാണ് എന്നും പ്രധാന അധ്യാപിക പ്രതികരിച്ചു. 2024 ഒരു അധ്യാപക സമരത്തില് ഈ ഡെയിലി വേജായിരുന്നു, ദിവസവേതനം. അന്നേരം ജിനു ജോൺസൺ ഈ അധ്യാപക സമരത്തില് പങ്കെടുത്തു. ആള് ഓട്ടോമാറ്റിക്കായിട്ട് ഓർഡറുണ്ട്,
ഈ താൽക്കാലിക ജീവനക്കാര് സമരത്തിൽ പങ്കെടുത്താൽ അല്ലെങ്കിൽ സ്കൂളിൽ വരാതിരുന്നാൽ അത് പുറത്തു പോകാന്നുള്ള ഓർഡർ, ആ ഓർഡർ അനുസരിച്ച് ജിനു ജോൺസണ് പുറത്തായി. അതിന്റെ പ്രതികാരമായിട്ട് എന്നെ ആ സ്കൂളിൽ നിന്ന് VRS എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷകർത്താക്കളെ കൂട്ടുപിടിച്ച് അവരെ കൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. ഞാനിതുവരെ ജാതി, എൻ്റെ കുഞ്ഞു മക്കളാണ്, ഞാനൊരു അമ്മയാണ്, ഞാൻ ഒരിക്കലും ജാതി പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. എനിക്ക് 25 വർഷത്തെ സർവീസ് ഉള്ള വ്യക്തിയാണ്. ഒരു കാരണവശാലും ഞാൻ ജാതി പറയത്തില്ല. കറുത്തതാണെന്ന് ഒരിക്കലും ഞാൻ കറുത്തതാണ്. എനിക്ക് 2 മക്കളുണ്ട്, 2 മക്കളും കറുത്തതാണ്. എൻ്റെ അച്ഛനും അമ്മയും കറുത്തതാണ്, എൻ്റെ ഹസ്ബൻഡ് കറുത്തതാണ്. എല്ലാവരും ഞങ്ങൾ കറുത്ത നിറത്തിലുള്ളവരാണ്. ഞാൻ ഒരിക്കലും എൻ്റെ കുഞ്ഞു മക്കളുടെ പ്രായമാണ്, 8 വയസ്സേ ഉള്ളൂ. 8 വയസ്സുള്ള കുഞ്ഞുങ്ങളെ ഞാൻ ഒരിക്കലും പറയത്തില്ല കറുത്തതാണ് ജാതി. എനിക്ക് ജാതി ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ, പറയത്തില്ല. എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഇല്ല. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല, പറയത്തുമില്ല. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ ചെയ്തിട്ടില്ല, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പള്ളികളിൽ ഇടയലേഖനവുമായി ഇരിങ്ങാലക്കുട രൂപത. പാർലമെന്റിന് അകത്തും പുറത്തും പ്രതിഷേധമുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ലെന്നും വിമർശനമുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി വാക്കുപാലിച്ചു എന്ന ജോസഫ് പാംപ്ലാനിയുടെ പ്രസ്താവന തള്ളി ഇരിങ്ങാലക്കുട ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ രംഗത്ത് വന്നു. അതിരൂപതയുടെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ വിശ്വാസികളെ പങ്കെടുപ്പിച്ച് ബഹുജന റാലിയും സംഘടിപ്പിച്ചു. ഇന്ന് രാവിലെ നടന്ന കുർബാനയിലാണ് ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ കേന്ദ്ര സർക്കാരിനും ഛത്തീസ്ഗഡ് സർക്കാരിനുമെതിരായ ഇടയലേഖനം വായിച്ചത്. ജാമ്യം ലഭ്യമായാലും നിയമക്കുരുക്കിലൂടെ മുന്നോട്ടു പോകേണ്ടി വരുന്ന കന്യാസ്ത്രീകളുടെ അവസ്ഥ പ്രതിഷേധാർഹമാണെന്നും പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധമുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ലെന്നും ഇടയലേഖനത്തിൽ പറയുന്നു. അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ഛത്തീസ്ഗഡ് സർക്കാരോ കേന്ദ്ര സർക്കാരോ ഇടപെടാത്തത് നിരാശാജനകമാണെന്നും ഇടയലേഖനത്തിൽ പറഞ്ഞു. CBCI, KCBC, സീറോ മലബാർ സഭ എന്നിവയുടെ തലവന്മാർ ആശങ്കകൾ അറിയിച്ചിട്ടും പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷ നേതാക്കന്മാരും മലയാളികളായ MP-മാരും രേഖപ്പെടുത്തിയിട്ടും പലതരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിട്ടും മൗലികമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് തടവിലാക്കപ്പെട്ട സിസ്റ്റേഴ്സിന്റെ മോചനത്തിന് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും കേന്ദ്ര ഗവൺമെന്റോ ഛത്തീസ്ഗഡിലെ സർക്കാരോ എടുത്തിട്ടില്ല എന്നത് തീർത്തും നിരാശാജനകമാണ്. അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വാക്കുപാലിച്ചു എന്ന തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയെ ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ തള്ളി. സഭയുടെ നിലപാട് സഭാധ്യക്ഷന്മാരാണ് പറയേണ്ടതെന്നും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ സഭയുടെ അഭിപ്രായമല്ലെന്നും പോളി കണ്ണൂക്കാടൻ പ്രതികരിച്ചു. ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും വിധത്തിൽ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ പരാമർശിച്ചാൽ അതുമാത്രമാണ് സഭയുടെ നിലപാട് എന്ന് ആരും കരുതരുത്. സഭയുടെ നിലപാട് എപ്പോഴും ഔദ്യോഗികമായിട്ട് അതിൻ്റെ തലപ്പത്തുള്ളവർ പ്രകടമാക്കാറുണ്ട്. അതിപ്പോഴും പ്രകടമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇരിങ്ങാലക്കുട രൂപതയുടെ തീരുമാനം. വൈകിട്ട് ചാലക്കുടിയിൽ വിശ്വാസികളെ പങ്കെടുപ്പിച്ച ബഹുജന റാലിയും സംഘടിപ്പിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. BJP നേതൃത്വത്തെ വിമർശിച്ച് കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി. നമുക്കിനി പോലീസും കോടതിയും വേണ്ട. വോട്ട് പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ തീരുമാനിക്കും ആര് കുറ്റവാളിയാണ് ആരല്ല എന്നാണ് സ്വാമിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ വിഷയത്തിന് പിന്നാലെയാണ് സ്വാമിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രൊഫസർ MK സാനുവിന് വിട നൽകി സാംസ്കാരിക കേരളം. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ രവിപുരം ശ്മശാനത്തിൽ നടന്നു. എറണാകുളത്തെ വീട്ടിലും പിന്നീട് ടൗൺ ഹാളിലും സാനുമാഷിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളാണ് എത്തിയത്. ഉജ്ജ്വല പ്രഭാഷകനായിരുന്നു സാനുമാഷെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അനുസ്മരിച്ചു. എനിക്ക് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പർ 1 പ്രഭാഷകൻ അദ്ദേഹം. അതിനേക്കാൾ വലിയൊരു പ്രഭാഷകൻ എൻ്റെ മനസ്സിലില്ല. ഞാൻ അതിനേക്കാൾ വലിയൊരു പ്രഭാഷണം, ഒരു പ്രസംഗം വേറെ കേട്ടിട്ടില്ല. അതിനേക്കാൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗങ്ങളും കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായി പോകും. നമ്മളൊക്കെ എന്താണ് ഇത് സൗമ്യമായി അതിമനോഹരമായി തൻ്റെ ദീർഘകാലത്തെ പതിറ്റാണ്ടുകളുടെ
വായനയിൽ നിന്ന് പെറുക്കിയെടുത്ത് ഒരു ഓർമ്മ പോലും തെറ്റാതെ. സാനുമാഷ് നൽകിയ ഊർജം പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നികത്താനാവാത്ത നഷ്ടമാണ് മലയാളത്തിന്. ശ്രീനാരായണ ഗുരുവിനെ ഇതുപോലെ പഠിച്ച, ഇതുപോലെ പകർത്തിയ ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. ഏറ്റവും അവസാനമായി ഇപ്പോഴും ഒരു പണിപ്പുരയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സർവതല സ്പർശിയായ മേഖലയിലാണ് മോഹൻലാലിനെ പറ്റി, മോഹൻലാലിൻ്റെ അഭിനയത്തെപ്പറ്റി, സിനിമയെപ്പറ്റി അദ്ദേഹത്തിൻ്റെതായ തനതായ നിലപാടുകൾ അദ്ദേഹം കൃത്യമായിട്ട് രാജ്യത്ത് അവതരിപ്പിക്കുകയുണ്ടായി. അധ്യാപക ശ്രേഷ്ഠനായിരുന്ന സാനുമാഷ് പല തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികളുമായി ഈടുറ്റ ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നുവെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. സാനുമാഷിൻ്റെ ക്ലാസ് സാധാരണ മലയാളം BA ക്ലാസ് 80 പേരാണെങ്കിൽ 120 പേരെയും കൊണ്ടാണ്. അടുത്ത ക്ലാസ്സുകളിലെ എല്ലാവരും വന്ന് ആ ക്ലാസ് കേൾക്കാനായിട്ടിരിക്കും. നമ്മുടെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക കോളേജുകളിലും പരമാവധി കോളേജുകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അധ്യാപകനായിട്ട് വലിയ ശിക്ഷകണങ്ങളുണ്ട്. അവരൊക്കെ ഓർമ്മിക്കുന്നത് ഒരിക്കലും മറക്കാത്ത അധ്യാപന അനുഭവങ്ങളുമായിട്ടുള്ള സാഹചര്യമാണ് സാനുമാഷ്. പിന്നെ നിലപാടുകൾ സാഹിത്യത്തിലായാലും രാഷ്ട്രീയത്തിലായാലും സാമൂഹ്യ രംഗത്തായാലും തൻ്റെ നിലപാടുകൾ ആരുടെ മുന്നിൽ നോക്കും പറയുന്ന കാര്യത്തിൽ മാഷ് ഒട്ടും പിന്നിലല്ലായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. വിദ്യാർത്ഥികളുമായി ബന്ധം കാത്തുസൂക്ഷിക്കുമ്പോഴും സമൂഹത്തിൽ ഒരു മികച്ച തിരുത്തൽ ശക്തിയായി പ്രവർത്തിച്ചിരുന്നുവെന്ന് VM സുധീരനും നവോത്ഥാന മുന്നേറ്റങ്ങളുടെ അടയാളപ്പെടുത്തലായി സാനുമാഷ് ജീവിച്ചിരുന്നുവെന്ന് മന്ത്രി K രാജനും അനുസ്മരിച്ചു. മാഷ് എനിക്ക് തോന്നുന്നു മാഷിൻ്റെ മരണശേഷം കൂടുതൽ കരുത്തനായ ഒരു MK സാനു ഉണ്ടാവുകയാണ്. മാഷ് ഇതുവരെ നമ്മളോടൊപ്പം ജീവിച്ചും പ്രസംഗിച്ചും എഴുതിയും നമ്മളെ ബോധ്യപ്പെടുത്തുകയായിരുന്നെങ്കിൽ ഇനി ജനിക്കാനിരിക്കുന്ന തലമുറകൾക്ക് നവോത്ഥാനത്തിൻ്റെ ചരിത്രം പഠിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ മലയാളത്തിൻ്റെ ആ ഭൂതകാലത്തെ ഏറ്റവും ശ്രദ്ധേയമായി വരികളിലൂടെ എഴുതി വെച്ച മാഷയുടെ പുസ്തകങ്ങളിലൂടെ പുതിയ തലമുറയുടെയും ആരാധ്യനായ ഗുരുനാഥനായി സാനുമാഷ് ജീവിക്കും എന്നാണ് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹത്തെ അനുസ്മരിക്കാനുള്ളത്. പറഞ്ഞാൽ തീരാത്ത വിധം. സാംസ്കാരിക കേരളത്തിൻ്റെ പ്രകാശഗോപുരമായിരുന്നു സാനുമാഷെന്ന് മന്ത്രി VN വാസവൻ അനുസ്മരിച്ചു. അങ്ങനെ സാഹിത്യ ലോകത്ത്, പ്രത്യേകിച്ചും വിമർശന സാഹിത്യത്തിൻ്റെ രംഗത്ത് ആദ്യഘട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ രൂപത്തിലുള്ള പഠനങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. കുട്ടിക്കൃഷ്ണമാരാരെക്കുറിച്ചുള്ള വിമർശന പഠനം, ഇങ്ങനെ സാഹിത്യ ലോകത്ത് എല്ലാ നിലയിലും സാനുമാഷ് നടത്തിയുള്ള പഠനങ്ങളും വിശകലനങ്ങളും അതോടൊപ്പം തന്നെ സാറിൻ്റെ വീക്ഷണങ്ങളും നമുക്കൊരു പക്ഷേ തേനീച്ച കൂടുകൂട്ടി സംഭരിക്കുന്ന തേൻ പോലെ പലതിൽ നിന്ന് പെറുക്കിയെടുത്ത് നമുക്ക് എത്രയോ വലിയ രൂപത്തിലുള്ള ആശയപ്രപഞ്ചം തീർക്കുന്ന തരത്തിലേക്കായിരുന്നു സാറിൻ്റെ തൂലികൾ മുന്നോട്ട് വന്നത്. അമൃത ന്യൂസ്, കൊച്ചി. യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിന്റെ സഹോദരൻ PK ബുജൈർ പോലീസ് കസ്റ്റഡിയിൽ. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള ഉപകരണം കൈവശം വച്ചതിനും ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതിനും കുന്നമംഗലം പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അതേസമയം സഹോദരൻ പിടിയിലായതോടെ PK ഫിറോസിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ നിറയുകയാണ്. ഇന്നലെ രാത്രിയാണ് കുന്നമംഗലം ചൂലാംവയലിൽ വെച്ച് യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിന്റെ സഹോദരൻ PK ബുജൈറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ ഭാഗത്ത് ലഹരി ഉപയോഗം നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുന്നമംഗലം പോലീസ് സ്ഥലത്തെത്തിയത്. തുടർന്ന് പ്രദേശത്ത് വെച്ച് സംശയകരമായ സാഹചര്യത്തിൽ ഒരു യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയും പരിശോധനയിൽ ഇയാളിൽ നിന്നും മെത്തഫിറ്റാമിൻ കണ്ടെടുക്കുകയും ചെയ്തു. അതിനിടയിലാണ് PK ബുജൈർ സ്ഥലത്തെത്തി പ്രശ്നത്തിലിടപെട്ടത്. പോലീസുമായി ആദ്യം വാക്കേറ്റവും പിന്നീട് പോലീസുകാരനെ മർദ്ദിച്ചു എന്നുമാണ് വിവരം. ഇതോടെ ബുജൈറിനെയും റിയാസ് എന്ന യുവാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പോലീസിനെ ആക്രമിച്ചതിനും PK ബുജൈറിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ബുജൈറിന്റെ കയ്യിൽ നിന്നും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള ഉപകരണം കണ്ടെത്തിയിട്ടുണ്ടെന്നും വിവരമുണ്ട്. അതേസമയം സഹോദരൻ പിടിയിലായതോടെ PK ഫിറോസിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളുകൾ നിറയുകയാണ്. ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമെതിരെ PK ഫിറോസ് ഇട്ട പോസ്റ്റുകൾ കുത്തിപ്പൊക്കിയാണ് ട്രോളുന്നത്. ബിനീഷ് കോടിയേരിയും PK ഫിറോസിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശനം ഉന്നയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. സംഭവത്തിൽ പ്രതികരണവുമായി യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് രംഗത്ത് വന്നു. സഹോദരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ലഭിക്കണമെന്നും സഹോദരന് അനുകൂലമായി പ്രവർത്തിച്ചാലല്ലേ രാജിവെക്കേണ്ടതുള്ളൂ എന്നും PK ഫിറോസ് കോഴിക്കോട് പറഞ്ഞു. എൻ്റെ സഹോദരനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റം BNSലെ 2 വകുപ്പുകളാണ്. 132, 121(1). ഈ 2 ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തത്.
അപ്പം അദ്ദേഹം ചെയ്തൊരു ക്രൈമിന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ എന്ന നിലക്ക് എനിക്കെതിരെ വ്യാപകമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരൻ ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഒരു ഇൻഡിവിജ്വലാണ്, ഞാൻ വേറൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എൻ്റെ രാഷ്ട്രീയവുമായി യാതൊരു തരത്തിലുള്ള യോജിപ്പില്ല എന്ന് മാത്രമല്ല, എൻ്റെ രാഷ്ട്രീയത്തെ എപ്പോഴും വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് ബോധ്യമാകും. മഞ്ചേരി മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ പുതിയ ആശ്രമ മന്ദിരം പ്രവർത്തനം ആരംഭിച്ചു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി മന്ദിരം ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്തെ അമ്മയുടെ മക്കളുടെ ചിരകാല അഭിലാഷമായിരുന്നു സൗകര്യപ്രദമായ ആശ്രമ മന്ദിരം. കഴിഞ്ഞ 30 വർഷമായി മഞ്ചേരി മുള്ളൻപാറയിൽ പ്രവർത്തിച്ചിരുന്ന ആശ്രമം സ്ഥലപരിമിതിയാൽ വീർപ്പുമുട്ടുകയായിരുന്നു. നറുകര ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിനും അമൃതവിദ്യാലയത്തിനും സമീപമാണ് സൗകര്യങ്ങളോടുകൂടിയ പുതിയ ആശ്രമ മന്ദിരം. മാതാമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തു. പുലർച്ചെ 5 മണിക്ക് മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. മൃത്യുഞ്ജയ ഹോമം, മഹാധന്വന്തരി ഹോമം എന്നിവയ്ക്ക് ശേഷം സ്വാമിയുടെ അനുഗ്രഹ പ്രഭാഷണവും ധ്യാനവും നടന്നു. നാമവും രൂപവും ഒന്നുമില്ലെന്ന് പറയാറുണ്ട്. ഋഷിമാർ ചൈതന്യ സമുദ്രം എന്നാണ് ഈശ്വരനെ വിശേഷിപ്പിച്ചത്. മന്ദിരത്തിന്റെ പാലുകാച്ചൽ ചടങ്ങും സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി നിർവഹിച്ചു. മഞ്ചേരി മഠാധിപതി സ്വാമിനി വരദാമൃതപ്രാണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സ്വാമി വിവേകാമൃതാനന്ദപുരി, ബ്രഹ്മചാരി ശ്രീധരാമൃത ചൈതന്യ, ബ്രഹ്മചാരിണി ജ്യോതിർമയാമൃത ചൈതന്യ തുടങ്ങിയവർ പങ്കെടുത്തു. ദീർഘകാലത്തെ ആഗ്രഹ സബലീകരണം ഭക്തർ അമൃതോത്സവമാക്കി മാറ്റി. അമൃത ന്യൂസ്, മലപ്പുറം. രാമ 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 പാഹി മാം. കർക്കിടക മാസത്തെ ഭക്തിസാന്ദ്രമാക്കി നാടെങ്ങും വാത്മീകി രാമായണവും ആധ്യാത്മിക രാമായണവും പാരായണം ചെയ്യുമ്പോൾ പത്തനംതിട്ട നിരണത്തുകാർ പാരായണം ചെയ്യുന്നത് കണ്ണശ രാമായണമാണ്. 15ാം ശതകത്തിൽ ജീവിച്ചിരുന്ന നിരണം രാമപണിക്കരാണ് രാമകഥയെ മലയാളത്തിന് പരിചയപ്പെടുത്തി കണ്ണശ രാമായണം രചിച്ചത്. ചൊല്ലേറിയ വാൽമീകി മഹാമുനി ചൊല്ലിയ രാമായണമിനിയേതും വല്ലാതെ ഞാൻ എന്നുര ചെയ്വതു മനസ്സി പൊറുക്ക മഹാജനമെല്ലാം. ഉല്ലാസത്തോടു വിനതാതനയനുയർന്നു പറന്നാകാശേ മറ്റൊരു ഉല്ലാമക്ഷിക തന്നാലാവതും പൊങ്ങുവതിന്നാരേ മുനിയുന്നു. തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിന് മുൻപ് ആദിമ മലയാളത്തിലേക്ക് ചുവടുവെച്ച കൃതിയായിരുന്നു കണ്ണശ രാമായണം എന്ന് കരുതുന്നു. അതും മൂലകൃതിയുടെ ഗൗരവം ഒട്ടും കുറയാതെ. അനുപമയായവൾ മൂവരിൽ ഇളയവളാകിയ മാനിനി പെറ്റുളനായാൻ ഇനിയ മഹാദേവാജ്ഞയിനാലെ ഇതമൊടു ബാലകനാകിയ രാമൻ പുനരവനും നിജപാപം കളവാൻ പുരുഷോത്തമ കഥ ചൊൽക തുനിഞ്ഞാൻ. നിരണം തൃക്കപാലീശ്വരം മഹാദേവ ക്ഷേത്ര നടയിലും പരിസരത്തും ഇരുന്നാണ് കണ്ണശ കവികളിൽ ഒരാളായ രാമപ്പണിക്കർ കണ്ണശ രാമായണം രചിച്ചത്. നിരണം വൃത്തങ്ങൾ എന്നറിയപ്പെടുന്ന ദ്രാവിഡ വൃത്തങ്ങളാണ് കണ്ണശ രാമായണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം പ്രാസസമ്പ്രദായ രീതിയായ അന്താദിപ്രാസം ഈ കൃതിയെ കൂടുതൽ മനോഹരമാക്കുന്നു. മണിപ്രവാളത്തിലൂടെ സംസ്കൃതത്തിന്റെ പിറകെ പോയ ഭാഷയെ തിരിച്ച് അതിൻ്റെ ഭാഷാസ്വരൂപം വീണ്ടെടുക്കുന്നതിൽ കണ്ണശന്മാർക്ക് നിർണായകമായ പങ്കുണ്ടായിരുന്നു. അവർ ഉപയോഗിച്ചിരുന്ന വൃത്തങ്ങൾ അതിന് തെളിവാണ്. മഞ്ചരിയുടെ ഒരു രൂപമാണ് നിരണവൃത്തം എന്ന് പറയുന്നത്. ആ നിരണവൃത്തത്തിലാണ്, ദ്രാവിഡ വൃത്തത്തിലാണ് കണ്ണശന്മാർ തങ്ങളുടെ കൃതികൾ രചിച്ചിരുന്നത് എന്നുള്ളതാണ് അവരുടെ വൃത്തത്തിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ രാമായണമായാണ് കണ്ണശ രാമായണത്തെ കരുതുന്നത്.
തിരുവല്ലയിലെ ഒരു വീട്ടിൽ സൂക്ഷിച്ചിരുന്ന താളിയോലയിൽ നിന്നും കണ്ടെടുത്ത കണ്ണശരാമായണം ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിച്ചതോടെയാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. ആദിമ മലയാളത്തിൽ രചിക്കപ്പെട്ടതിനാൽ കണ്ണശരാമായണത്തിലെ പല ഭാഗങ്ങളിലെയും ഭാഷാപ്രയോഗം സാധാരണക്കാരനൽപ്പം ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. ആനവനാത്മജരായൊരു നാൽവരന്തരമുളരായാരവർ നാൽവരിൽ മാനിതനാകിയ കുമാരനി രാമൻ മഹിമ മികുന്ദ ഗുണാകരനായാൻ. എഴുത്തച്ഛൻ്റെ രാമായണം കുറച്ചുകൂടെ നമുക്ക് വായിക്കാൻ എളുപ്പമാണ്. ഈ കണ്ണശ രാമായണം വന്നിട്ട് ചെറിയ ചെറിയ തമിഴ് പ്രാചീന എഴുത്തുകൾ കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് പ്രയാസമാണ്. നമ്മളിത് വായിക്കുമ്പോൾ അതിന് ആദ്യത്തെ വന്ദന ശ്ലോകം വളരെ നന്നായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ എന്നിവരെ ചേർത്താണ് കണ്ണശ കവികളെന്നും നിരണം കവികളെന്നും പറയുന്നത്. എഴുത്തച്ഛനും മുൻപ് രാമകഥയും മഹാഭാരത കഥയും ഉൾപ്പെടെ കൃതികൾ മലയാളത്തിന് പരിചയപ്പെടുത്തുന്നതിൽ കണ്ണശന്മാരെന്നറിയപ്പെട്ട നിരണം കവികളുടെ പങ്ക് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഗുരുപൂർണിമ ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്കൃതി പൂജ നടത്തി മംഗളൂരു അമൃത വിദ്യാലയം. മാതാപിതാക്കളെയും അധ്യാപകരെയും ആദരിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ മംഗളൂരു അമൃത വിദ്യാലയത്തിൽ ഗുരുപൂർണിമ ആഘോഷിച്ചത്. അമൃതേശ്വരി ഹാളിൽ നടന്ന ആഘോഷങ്ങളിൽ സ്വച്ഛ് മംഗളൂരു രാമകൃഷ്ണൻ മിഷൻ ചീഫ് കോർഡിനേറ്റർ രഞ്ജൻ ബെല്ലാർപാടി മുഖ്യാതിഥിയായി. അമൃത വിദ്യാലയം കറസ്പോണ്ടന്റ് സ്വാമിനി മംഗളാമൃത പ്രാണയും അഡ്മിനിസ്ട്രേറ്റർ ദീപ മനോജും പൂർണ്ണകുംഭം നൽകി മുഖ്യാതിഥിയെ ചടങ്ങിൽ സ്വീകരിച്ചു. 10ാം ക്ലാസ് വിദ്യാർത്ഥി ജയ് പത്മശാലി പാതുക പൂജ നിർവഹിച്ചു. ഭാരതീയ സംസ്കാരം കാത്തുസൂക്ഷിക്കുന്ന അമൃത വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളെ രഞ്ജൻ ബെല്ലാർപാടി അഭിനന്ദിച്ചു.